വിഷ്ണുട്ടാ ഇന്നെന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ, ഞായറാഴ്ച അല്ലയോ. സൂര്യ ഇറച്ചി കപ്പയും മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കപ്പയും മീൻ കറിയൊക്കെ വെച്ച് അതുമായിട്ട് ഇവിടെ തന്നെ കൂടും, അത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്ത് വരെ പോകണമെന്ന് വിചാരിക്കുന്നു. അവർക്കൊരു ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് കൊണ്ടുപോയി വൈകിട്ട് കുടിക്കാം, അത്രയേ ഉള്ളൂ. കപ്പയും മീനാണോ? പൊളിക്ക്. ശരി, പറഞ്ഞല്ലോ. ശരി. സൂരജിനെയാണ്. ഹലോ, പറയടാ. സൂരജ് എവിടെയാണ്? ഞാനിവിടെ വെറുതെ ചുമ്മാ പോരടിച്ചിരിക്കുന്നു. ആണോ? അത് ശരി, ഇന്നൊരു പണിയില്ലല്ലേ? വിഷ്ണുട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് കപ്പയും മീനാണോ പറഞ്ഞത്? അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, പോയാലോ? ശരി ശരി. ശരി, നീ അങ്ങോട്ട് എത്തിക്കും. ഓക്കെ, എത്തിയേക്കാം. അല്ല സൂര്യ, ഈ താടിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ എന്നെ കണ്ട മോഹൻലാലിന്റെ ഒരു കട്ടുണ്ട്. നോക്കി ചേടാ, നിങ്ങൾ പോയി കുളിച്ചോ? അപ്പൊ ഈ മീൻ ആരും കിട്ടും? ഇനി അതും ഞാൻ ചെയ്യണം. മീൻകറിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. സൂപ്പർ. ഇന്ന് ഞായറാഴ്ചയായിട്ട് കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കും മോളെ. ഇന്നിപ്പോ ആരെയും പെല്ലടിക്കാൻ പോയി നോക്കിട്ടില്ല. ദൈവമേ, ദൈവമാരല്ലോ ഇങ്ങോട്ടാണല്ലോ രാവിലെ വന്നിരിക്കുന്നത്. എന്റെ മീൻകറി എല്ലാവരും ഉണ്ടല്ലോ രാവിലെ. ഞാനേ കട വരെ പോകുമായിരുന്നു സാധനമായിട്ട്. ഈ വേഷത്തിലോ? അതെ, എനിക്ക് വേറെ കുറെ സാധനം വാങ്ങിക്കാനുണ്ട്. എങ്കിൽ വിഷ്ണു വാങ്ങിയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അല്ല, ഞങ്ങൾക്ക് ധൃതിയില്ല, നിങ്ങൾ പോയിട്ട് വാ. പിന്നെ ഞാനെന്തിനാ കടയിൽ പോകണം? ചേച്ചിയെ, ഞങ്ങൾ എത്തി. നിങ്ങളായിരുന്നോ? കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? എന്തിനാ കുടിക്കാൻ മാത്രം ആക്കുന്നത്? കഴിച്ചിട്ടേ പോണുള്ളൂ. വിഷ്ണു ഉണ്ടല്ലോ പറഞ്ഞ കപ്പയും മീനും ഉണ്ട് ഇവിടെ. എടുത്തു തരട്ടെ? അത് ഞങ്ങൾ എടുത്തോളാം. കുറച്ച് മീൻകറി, കപ്പ, ഇച്ചിരി മീൻകറി. കഴിച്ചോളൂ, കഴിച്ചോളൂ. ശരി. വാ, നമുക്ക് കഴിക്കാം. ഞായറാഴ്ചയായിട്ട് കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കും മോളെ. കഴിച്ചോളൂ, കഴിച്ചോളൂ. ആ കപ്പ കുറച്ച് മീൻകറി, ആ മീൻ്റെ ഒരു കഷ്ണം. എടി, നീ എന്തോ തല്ലി പൊട്ടിക്കുന്നത്? സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ടല്ല അവര് കയറി വന്നത്. പിന്നെ ഇത്ര പേര് നിങ്ങൾ വിളിക്കാതല്ലേ വരുന്നത്? ചട്ടി ഒന്ന് പൊട്ടി. രാവിലെ ഫോൺ എടുത്തപ്പോ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും ഒപ്പിക്കോ.